മക്കൾക്ക് ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ അടുക്കളയിൽ കൈ കരിഞ്ഞു പോകുന്നുണ്ടോ എന്നായിരിക്കും നമ്മുടെ ചിന്ത. അച്ഛനെ ബാങ്കിലാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു ജോലിയിലെ തിരക്കുകളെ കുറിച്ചായിരിക്കും ചിന്ത. ഈ കുട്ടിയെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചിലവഴിക്കുന്നത് വെറും 9-11 മിനിറ്റ് മാത്രമാണ് എന്നാണ് കണക്ക് പറയുന്നത്. ശരിയല്ലേ? ചിന്തിച്ചു നോക്കി നോക്ക്, നിങ്ങൾ അങ്ങനെയാണോ ചെയ്യുന്നതെന്ന്. നമ്മൾ ഓരോ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഉള്ളതുപോലെയല്ല വ്യത്യസ്തമായ കഴിവുകൾ നമ്മളെ മക്കൾക്കുണ്ട്. എന്റെ കുട്ടി അപ്പുറത്തെ കുട്ടി എഞ്ചിനീയർ ആണെങ്കിൽ എന്റെ കുട്ടി എഞ്ചിനീയർ എന്നല്ല. എന്റെ കുട്ടിയുടെ കഴിവ് എന്താണോ, ഒരു പക്ഷേ ആ കുട്ടിക്ക് പഠനത്തിൽ പുറകിലാണെങ്കിൽ മറ്റൊരുപാട് കഴിവുകൾ ആ കുട്ടിക്ക് ഉണ്ടാവും. ആ കുട്ടിക്ക് നല്ല വരയ്ക്കാൻ കഴിയുണ്ടാവും, നല്ല പാടാൻ കഴിയുണ്ടാവും, ഡാൻസിന് കഴിവുണ്ടാവും, മറ്റൊരുപാട് വ്യത്യസ്തമായ ഇപ്പോഴത്തെ പുതിയ റോബോട്ടിക് സ്കിൽസ് നിങ്ങളെ മക്കൾക്ക് കൊടുത്തു നോക്കി. അവരായിരിക്കും ഇവിടെ പഠനത്തിൽ പുറകിലുള്ള ആ കുട്ടികളായിരിക്കും ആ സ്കില്ലിൽ ഒന്നാമതായിട്ട് കിട്ടുക. അങ്ങനെ ഒരുപാട് വിക്രിയമായ ബുദ്ധികൾ അവർക്ക് ഉണ്ടാകും. അതിനെ നമ്മൾ ഉടലെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാണല്ലോ അവരായിരിക്കും നമ്പർ 1. ഇന്നുള്ള പഠിക്കുന്ന കുട്ടികളൊക്കെ ഏറ്റവും ടാലന്റഡ് ആയിട്ട് നമുക്ക് അവരെ മാറ്റിയെടുക്കാൻ പറ്റും. എന്താണോ നിങ്ങളുടെ മക്കളുടെ സ്കില്ല്, എന്തിനാണോ അവർക്ക് കഴിവ്, അവരെന്തിനാണോ കൂടുതൽ അട്രാക്ഷൻ കാണിക്കുന്നത്, അതിനെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് അതിനുള്ള അവസരങ്ങൾ അവർക്ക് ഒരുക്കി കൊടുത്തുകൊണ്ട് നല്ല മക്കളാക്കി അവരുടെ സ്കില്ലിനനുസരിച്ച് അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റിയ അവരെ നമുക്ക് ഉഷാറാക്കി എടുക്കാൻ പറ്റും. അതല്ലാതെ അവനെ പോലെ ആവണം ഇതിനെ പോലെ ആവണം എന്നൊരിക്കലും പറയരുത്. നമുക്കാണ് കിട്ടിയതെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എവിടെ പോയി 5 മാർക്ക് അല്ലേ, പഠിക്കായിട്ടല്ലേ അങ്ങനെ കാട്ടിയില്ലേ, കുറെ ഡയലോഗ് ഇടിക്കും. പാവം കുട്ടി ആകെ വല്ലാത്തൊരവസ്ഥയിലായിട്ടുണ്ടാവും. അതിന് പകരം ആ പേപ്പർ വാങ്ങിയിട്ട് ആ കുട്ടിയുടെ കഴിവ് എന്താണെന്ന് നമുക്ക് അറിയാലോ അല്ലെ, ആ കുട്ടിയുടെ നിലവാരം എന്താണെന്ന് നമുക്കറിയാലോ, ആ കുട്ടീനെ ഒന്ന് പ്രശംസിക്കാം. ഉഷാറായിട്ടുണ്ട്, ഇത് വാങ്ങിയില്ലേ, ഇതിനേക്കാളും നിനക്ക് വാങ്ങാൻ പറ്റും അല്ലെ, ഇതൊന്ന് വിചാരിച്ച ഇതിലപ്പുറം എനിക്ക് വാങ്ങാൻ പറ്റും, അടുത്ത പരീക്ഷയ്ക്ക് 4 എനിക്ക് 8 ആക്കാൻ പറ്റും എന്നൊന്ന് നിങ്ങൾ ബൂസ്റ്റപ്പ് ചെയ്താ അടുത്ത പരീക്ഷയ്ക്ക് 4 അല്ല 8 അല്ല അവൻ 15 അതിലപ്പുറം വാങ്ങിയിട്ട് വരും. നിങ്ങൾ അവനെ എന്ത് ചെയ്യരുത്, ഒരിക്കലും നമ്മളെ മക്കളെ താഴ്ത്തി കെട്ടരുത്. ഈ അടുത്തൊരു കൗൺസിലിംഗ് കേസിന് ഒരു കുട്ടി വന്നപ്പോ ആ കുട്ടിക്ക് ഭയങ്കര വാശി, ഹീലിംഗിലേക്ക് കൊണ്ടുപോയപ്പോ ഈ കുട്ടിയിൽ നിന്ന് അതിന്റെ ഒരു റിസൾട്ട് കിട്ടിയത് കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് 1.5 വർഷങ്ങൾക്ക് മുന്നേ തന്റെ അച്ഛൻ ഈ കുട്ടിയെ അടിച്ചതാ. കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്റെ അച്ഛൻ ഈ കുട്ടിയെ അടിച്ചത് വല്ലാത്തൊരു ഷോക്കായി കുട്ടിക്ക് മാറിയിട്ടുണ്ട്. അത് കാരണമാണ് ഈ കുട്ടിക്ക് ഇന്ന് ദേഷ്യം വാശിയൊക്കെ കൂടി വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കുട്ടി പോയത്. നമ്മളെ മക്കളെ നമ്മൾ വഴക്ക് പറയും, ചീത്ത പറയും അല്ലെ, ഇതൊക്കെ നമ്മൾ തല്ലും ഒക്കെ ചെയ്യുമ്പോ ഒരാളുടെ മുന്നിൽ വെച്ച് നമ്മൾ ചെയ്യരുത്. പറയുന്നത് ആ കുട്ടീനെ വീണ്ടും 0 ലെവലിലേക്ക് കൊണ്ടുപോവാ. ആരുടെ മുന്നിൽ നിങ്ങളെ കുട്ടീനെ എത്ര പൊക്കി പറയാൻ പറ്റുമോ അതാണ് ബെസ്റ്റ്. ഉഷാറാണ് അവനെങ്ങനെയുണ്ട്, അവൻ ഉഷാറാണ്, മോശമായിക്കോട്ടെ അത് നമുക്കറിയാം നമ്മുടെ കുട്ടിയുടെ ലെവല്. പക്ഷെ നാട്ടുകാരെ നിങ്ങൾ അറിയിക്കേണ്ട, അവന്റെ മുന്നിൽ വെച്ച് അവനെ കുറച്ച് കാണിക്കരുത്. അവൻ ഉഷാറാണെന്ന് നിങ്ങൾ പറയുമ്പോ ആ കുട്ടിക്ക് മനസ്സിലാവും ഞാൻ ഉഷാറാവണം എന്നാ കുട്ടിക്ക് മനസ്സിലാവും. ആ കുട്ടി അതിന് ശ്രമിച്ചോണ്ടിരിക്കും. തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഒരിക്കലും ഒരാളുടെ മുന്നിൽ വെച്ച് നമ്മുടെ മക്കളെ താഴ്ത്തി കെട്ടരുത്, ചീത്ത പറയരുത്, വഴക്കിടരുത്. അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടാവും, പിന്നെ കുട്ടി വേണ്ടാത്ത കേട്ടുമ്പോ ചീത്ത പറയണ്ടേ അല്ലെ, അങ്ങനെ നമുക്ക് വല്ലാത്തൊരു ദേഷ്യം വരൂലേ, ആ ദേഷ്യത്തിനെ തൽക്കാലം ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കാം. അതിന് നമ്മൾക്ക് തയ്യാറാവണം. എന്നിട്ട് ഈ കുട്ടീനെ ആരുമില്ലാത്ത നേരത്ത് കുട്ടി ഒറ്റയ്ക്കാവുന്ന സമയത്ത് ആ കുട്ടീനെ മെല്ലെ പിടിക്കാം. അതല്ലെങ്കിൽ അവിടെ നിന്ന് മെല്ലെ ഒരു റൂമിലേക്ക് ജസ്റ്റ് ആരും കാണാതെ കുട്ടീനെ ഒന്ന് മാറ്റിയിട്ട് കുട്ടീനോട് കാര്യം പറഞ്ഞു കൊടുക്കാം. ഒച്ച വെക്കരുത്. എന്താണ് കാരണം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് തല്ല് കൊടുക്കേണ്ടതാണെങ്കിൽ അവിടെ തല്ലാം. പക്ഷേ ആദ്യം തന്നെ കൊടുക്കും 2, എന്നിട്ടാ ബാക്കി പറിച്ചില്ല അല്ലെ. ആദ്യം കിട്ടിയിട്ട് അങ്ങനെ അടിക്കണേ പറഞ്ഞിട്ട് പിന്നെ പറിച്ചെടുക്കും. അതിന് പകരം ഇതാണ് മോനെ ഈ ചെയ്ത തെറ്റ്, അത് ശരിയല്ലല്ലോ കുട്ടിയോട് പറയാം, അവനെ ബോധ്യപ്പെടുത്താം. അതുകൊണ്ട്
നിനക്ക് ചെറുതായിട്ടുള്ള ഒരു പണിഷ്മെന്റ് ഞാൻ തരുന്നുണ്ട്, അത് തല്ല് വേണോ ഇമ്പോസിഷൻ വേണോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അവൻ സെലക്ട് ചെയ്യട്ടെ, അവനോട് ഒരു ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ കുട്ടി അത് മനസ്സിലാക്കും. കുട്ടി പറഞ്ഞ് തല്ല മതിയെന്നല്ലേ, ഇമ്പോസിഷൻ കുട്ടിക്ക് സഹിക്കില്ല. അപ്പൊ എന്നാലും അത് കുട്ടിക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കുമ്പോ അടുത്ത തവണ അത് ആവർത്തിക്കില്ല എന്നൊക്കെ പറയുമ്പോ അതിനനുസരിച്ച് പ്രവർത്തനമായിരിക്കും നമുക്ക് വരിക. നമുക്കൊരു ധൈര്യം ഉണ്ടാവില്ല, ഭയങ്കര പേടിയായിരിക്കും, ഒന്നിനൊരു കോൺഫിഡൻറ് ഉണ്ടാവില്ല. പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇതാണ്. അവര് പേടിയാണ്, പഠിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോ നിന്നെ കൊണ്ട് പറ്റും, നിനക്ക് കഴിയും, നീ ഉഷാറല്ലടാ, നിനക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞ് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മുടെ രക്ഷിതാക്കൾക്ക് കഴിയണം. അവരുടെ മനസ്സിൽ അവർക്ക് പറ്റും, പറ്റാതില്ല എന്നുള്ള കാരണം അവർക്ക് കൊണ്ടുകൊടുക്കുക. അപ്പോ അതിനനുസരിച്ച് പ്രവർത്തനം ഉണ്ടായിട്ട് വരും. ഓക്കെ, അതല്ല സംഭവിക്കണമെങ്കിൽ ഒരിക്കലും നമ്മളെ മക്കൾ നമ്മൾ താഴ്ത്തി കെട്ടരുത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കുന്ന എന്താ, അതിനനുസരിച്ച് മക്കൾ ഡൗൺ ആയി പോകും. മക്കള് പഠിപ്പിക്കുന്ന സമയത്ത് പഠിക്കാനിരിക്കുമ്പോ നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കാറുണ്ടോ? മാറ്റാൻ കഴിയില്ല. അവൻ ഒരുപാട് വളർന്നു വരുമ്പോ അവൻ്റെ ഉള്ളിൽ ആ പ്രശ്നങ്ങൾ ഉടലെടുത്ത് വരും. അതിനനുസരിച്ച് അവന്റെ സ്വഭാവം മോശമായി വരും. ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ മക്കളുടെ പഠനത്തിലും അവർക്ക് സംഭവിക്കുന്നത്. മക്കള് നമ്മൾ കാര്യമായിട്ട് എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, നല്ലതായിട്ടുള്ള കാര്യങ്ങൾ അവരിലേക്ക് കൊടുക്കാതിരിക്കുമ്പോ എന്നെ കൊണ്ട് പറ്റൂല, ആ ഒരു സങ്കടം, അവന്റെ ജ്യേഷ്ഠന് പകരം അവിടെ വേറൊരാളില്ലല്ലോ എന്നൊരു വിഷമം അവനെ വല്ലാതെ ആഴത്തിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് അതാണ് കുട്ടിയുടെ ഒന്നാമത്തെ പ്രശ്നം, സ്റ്റേജ് നമ്പർ 1. അങ്ങനെ അവന്റെ അച്ഛൻ മദ്യപാനിയാണ്, മദ്യപിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന അച്ഛൻ അവന്റെ രണ്ടാമത്തെ പ്രശ്നം, സ്റ്റേജ് നമ്പർ 2. മദ്യപിച്ച് വീട്ടിൽ വരുന്ന അച്ഛൻ അമ്മയെ വഴക്ക് പറയുന്നു, തല്ലുന്നു, ഇങ്ങനെ വളരെ ഫിസിക്കൽ അബ്യൂസ് ചെയ്യുന്നു. തന്റെ ഈ മകന്റെ മുന്നിൽ വെച്ച് വേദന അനുഭവിക്കുന്നത് കാണുന്ന ആ മകൻ, സ്റ്റേജ് നമ്പർ 3. ഇങ്ങനെ 3 പ്രശ്നങ്ങളായി അല്ലെ. കുട്ടി ഭയങ്കര സങ്കടം, നിരാശ, സ്ട്രെസ്, ഇതെല്ലാം കൂടെ കൊണ്ട് ഇങ്ങനെ പോകുന്ന കുട്ടിക്ക്, ആ കുട്ടി സ്കൂളിലേക്ക് ചെല്ലുമ്പോ സ്കൂളിൽ വീട്ടിലുള്ള ഓൾറെഡി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം പഠനത്തിൽ ശ്രദ്ധിക്കാതെ അങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ട് പേപ്പർ കൊടുത്തു. കുട്ടിക്ക് ഭയങ്കര സങ്കടമായി. കുട്ടി അമ്മേന്റെ അടുത്ത് പറഞ്ഞു, അമ്മേനോട് ഫോൺ വിളിച്ചിട്ട് ഈ അമ്മയോട് പറഞ്ഞു, ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടിയാണ്, ഫോണ് വിളിച്ചിട്ട് പറഞ്ഞു പേപ്പർ കിട്ടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, ഇങ്ങോട്ട് വാ കാണിച്ചു തരാം, അച്ഛൻ വരട്ടെ, അച്ഛനോട് ഞാൻ പറയുന്നുണ്ട്. വിഷി ഫോൺ വെച്ചു. കുട്ടിക്ക് ടെൻഷനോട് ടെൻഷൻ, നിൽക്കപ്പുറതില്ല. കുട്ടി അവിടെ വിട്ട് ഹോസ്റ്റലിൽ ചാടി പോയി. കുട്ടിനെ കാണാനില്ല എന്ന ന്യൂസ് വീട്ടിലേക്ക് എത്തി. വീട്ടുകാര് അന്വേഷണത്തിന് ഇറങ്ങി, എല്ലായിടത്തും അന്വേഷിച്ചു, കുട്ടിനെ കിട്ടാനില്ല. ഒരുപാട് 2 ദിവസത്തിലപ്പുറം അന്വേഷിച്ചപ്പോ ആ കുട്ടി ബാംഗ്ലൂർ പരിധി വിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഈ കുട്ടീനെ പിടിക്കാൻ വേണ്ടി ഇവർ ചെന്ന സമയത്ത് ഈ കുട്ടീനെ കൂടെ കൂട്ടിയപ്പോ അമ്മക്ക് സങ്കടമായി ഭയങ്കര. കാരണം 2 ദിവസം കുട്ടീനെ കാണാനില്ലല്ലോ, ഭയങ്കര സങ്കടമായി. അമ്മ കുട്ടീനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചപ്പോ ഉമ്മ കൊടുക്കും, മോനെ എന്നെ തിരിച്ചു കിട്ടിയല്ലോ എന്ന സന്തോഷം കൊണ്ട് അങ്ങനെ പറയാം. വണ്ടിയിൽ കയറി, കുട്ടി ഒന്നും മിണ്ടാതെ വണ്ടിയിൽ കയറിയിട്ട് ഈ വണ്ടിയിൽ നിന്ന് ഈ കുട്ടി ചോദിച്ചൊരു ചോദ്യമുണ്ടാവുന്നത്, ഞാൻ ഇവരുടെ ലൈഫിലെ ഏറ്റവും സങ്കടമുള്ള ഒരു ഇൻസിഡന്റ് ആലോചിക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. നിങ്ങൾ നിശബ്ദമായിട്ട് ഇരിക്കാം, ഓക്കെ? ശ്രദ്ധിച്ചാൽ മാത്രം മതി. മനസ്സിൽ നന്നായിട്ട് നിങ്ങളുടെ സങ്കടത്തിൽ കാണാം. മാക്സിമം എത്രത്തോളം ഫീൽ ചെയ്ത് കാണാൻ പറ്റുമോ അത്രയും അധികം ഫീൽ ചെയ്ത് കാണാം. കണ്ണടച്ചു സാവധാനം ശ്വാസമെടുത്ത് സാവധാനം പുറത്തേക്ക് വിടാം. Take a deep breath and slowly breathe out. Once more, take a deep breath, slowly breathe out. Feel your instinct. നിങ്ങളുടെ സങ്കടം എന്താണോ അതിനെ നന്നായി കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾക്ക് ശക്തി കൊടുക്കാം. നിങ്ങൾ ഫീൽ ചെയ്ത് നന്നായിട്ട് ഫീൽ ചെയ്ത് കാണാം. ഫീലിങ്ങിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാം. നന്നായി ഫീൽ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഹാപ്പി മൊമെന്റ് അതിനെ നന്നായി ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. നന്നായി കാണാം. എത്രത്തോളം സന്തോഷത്തോടെ കാണാൻ പറ്റും അത്രയും സന്തോഷം കൊടുത്ത് കാണാം. കയ്യിൽ ശക്തി കൊടുത്തുകൊണ്ടിരിക്കുക.
നിങ്ങളുടെ ഹാപ്പി മൊമെന്റിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, കയ്യിന് പവർ കൊടുക്കുക, ഹാപ്പി മൊമെന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നന്നായിട്ട് ഹാപ്പി ആയിട്ട് കാണാം. ഞാൻ നിങ്ങളെ കൈ മാക്സിമം ശക്തി എടുത്ത് താത്താൻ ശ്രമിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ സന്തോഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നന്നായി കാണാം, ഫീൽ ചെയ്ത് കാണാം. നിങ്ങൾക്ക് ചിരി വരുന്നെങ്കിൽ ചിരിക്കാം. നന്നായി എൻജോയ് ചെയ്ത് കാണാം, എൻജോയ് ചെയ്ത് കാണാം, എൻജോയ് ചെയ്ത് കാണാം, എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടേയിരിക്കാം, എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടേയിരിക്കാം, എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടേയിരിക്കാം. നന്നായി നന്നായി എൻജോയ് ചെയ്ത് കാണാം, നന്നായി കാണാം, നന്നായി കണ്ടുകൊണ്ടിരിക്കാം, നന്നായി കണ്ടുകൊണ്ടിരിക്കാം. ഓക്കെ, കണ്ണു തുറക്കാം. ഇവരുടെ കയ്യിന് ഇവര് ശക്തി എടുത്തു. ഞാൻ നേരത്തെ ജസ്റ്റ് തൊട്ടപ്പോഴേക്കും ആ കൈ ചാടി. ഇപ്പൊ ഞാൻ എത്ര പവർ കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ കൈയിന് എനിക്ക് താത്തി കൊണ്ടുവരാൻ പറ്റുന്നില്ല. അത് എന്താണെന്നറിയോ, നമ്മളുടെ ഹാപ്പിനെസ്, സന്തോഷത്തോടെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അത് നമ്മളെ മൈൻഡിന് അത്രമാത്രം ധൈര്യം നമുക്ക് തരും, അത്രയും നമ്മളെ കോൺഫിഡൻ്റ് ആക്കും. നിസ്സാരമായ ചെറിയ ചെറിയ സംഘടനകൾ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ അത് നമ്മളെ ഏറ്റവും ഡൗൺ ആക്കിയാണ് മാറ്റുന്നത്, 0 ലെവലിലേക്കാണ് കൊടുക്കുന്നത്. അപ്പുറത്തെ വീട്ടിലെ താത്താനെ കുറിച്ച് ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ താത്താക്ക് അതുണ്ട് ഇതുണ്ട് എന്ന് ആലോചിച്ചിട്ട് നമ്മളിങ്ങനെ ഇവിടെ നിന്ന് കുശുമ്പുണ്ടാക്കൂലേ അല്ലേ? ആ കുശുമ്പുണ്ടാക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവര് മരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വിഷം കുടിക്കുന്നതിന് തുല്യമാണെന്നാണ്. അവര് മരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വിഷം കുടിക്കുന്നതിന് തുല്യമാണെന്ന്. അത് ഇല്ലാതാക്കുന്നത് ആരെയാണ്? നമ്മളെയാണ്. അവരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ഇല്ലാതാക്കുന്നത് നമ്മളെയാണ്. സോ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികളെ കുറിച്ച് ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് പറയരുത്. നിങ്ങൾ കയ്യിൽ നിർത്തിക്കൊണ്ട് ഫുൾ പവറിലേക്ക് പറയാം, വെരി കോൺഫിഡൻറ്റ്. മനസ്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. കാരണം നിങ്ങളുടെ ഒരു ഫീലിംഗ് നിങ്ങളിലേക്ക് കൊണ്ടുവന്നതാണ്, അതിനവിടെ ഇട്ട് പോകാൻ പാടില്ല. ഓക്കെ, കണ്ണടച്ചിട്ട് നിങ്ങൾ മനസ്സിൽ പറഞ്ഞു, വെരി കോൺഫിഡൻറ്റ്, I'm very confident, I'm very confident, I'm very confident, I am very confident, I'm very confident. Okay, thank you so much. അതുകൊണ്ട് വീട്ടിൽ വന്ന് കുട്ടി ഈ കത്ത് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. വായിക്കാൻ അറിയില്ലല്ലോ കുട്ടി വായിച്ചു നോക്കിയൊന്നുമില്ല. കുട്ടിയെ കത്ത് അമ്മക്ക് കാണിച്ചു കൊടുത്തു. അമ്മ ആ കത്ത് വായിച്ചിട്ട് അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മയോട് കുട്ടി ചോദിച്ചു, എന്താ അമ്മ അതിൽ എഴുതിയിട്ടുള്ളത്? ടീച്ചർ എഴുതിയിട്ടുള്ളത് എന്താ? മന്ദബുദ്ധിയാണ് നിങ്ങളുടെ കുട്ടീനെ ഇനി പഠിപ്പിച്ച സ്കൂളിന് മോശപ്പേരാണെന്ന് എഴുതിയത്. ടീച്ചർ വായിച്ചു കൊടുത്തതല്ല, നിങ്ങളുടെ കുട്ടിക്ക് അതിയായ ബുദ്ധിയുള്ള കുട്ടിയാണ്, നിങ്ങളുടെ കുട്ടീനെ പഠിപ്പിക്കാൻ മാത്രം കഴിവ് ഇവിടുത്തെ ടീച്ചേഴ്സിനില്ല, അതിന് മാത്രം സൗകര്യം ഈ സ്കൂളിനില്ല എന്ന് തിരുത്തി വായിച്ചു അമ്മ. എന്നിട്ട് കുട്ടിയോട് പറഞ്ഞു, നിന്നെ പഠിപ്പിക്കാൻ യോഗ്യ ഈ അമ്മയാണ്, നിന്നെ പഠിപ്പിക്കാൻ മാത്രം കഴിവുള്ള അധ്യാപകരൊന്നും സ്കൂളിലില്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടീനെ ഈ അമ്മ വീട്ടിലിരുത്തി പഠിപ്പിച്ചു. സ്കൂളുകൾക്ക് അതിനാവശ്യമില്ലല്ലോ, സ്കൂളിൽ അതിനെ പറഞ്ഞു വിട്ടതാ. ഈ അമ്മ അതിനെ വീട്ടിലിരുത്തി പഠിപ്പിച്ചു. ആ കുട്ടി വളർന്ന് വലുതായി. നമ്മൾ ഇന്നിങ്ങനെ സ്വിച്ചിട്ടാൽ കത്തുന്ന ബൾബില്ലേ, ആ സാധനം കണ്ടുപിടിച്ചതാരാ? ഈ തോമസ് ആൽവ എഡിസൺ എന്ന മഹാശാസ്ത്രജ്ഞനെ ഉണ്ടാക്കിയെടുത്തത് ഈ അമ്മയാണ്. ആ അമ്മയാണ് യഥാർത്ഥ അധ്യാപിക. അതുപോലത്തെ ഒരു ടീച്ചറായിട്ട് നമുക്ക് മാറാൻ പറ്റണം. നമ്മളുടെ മക്കളുടെ പരാതികൾ, മക്കളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അത് സാധിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ പരാതികളെ ഏറ്റവും പവറാക്കി അവരുടെ കഴിവാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചുകൊണ്ട് എഡിസന്റെ അമ്മയെ പോലെ നല്ലൊരു അമ്മയായിട്ട്, നല്ലൊരു അധ്യാപികയായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ പഠനത്തിന്റെ മികവിലേക്ക് ഏറ്റവും ഈ സ്കൂളിലെ ഇനി അടുത്ത ഒരു പ്രോഗ്രാം ഇങ്ങനത്തെ കുട്ടികളുടെ ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ പ്രോഗ്രാം അവിടെ ഉണ്ടാവണ്ട എന്ന് നിങ്ങളങ്ങ് തീരുമാനിക്കുക. ഈ സ്കൂളിനെ ഞങ്ങൾ അങ്ങ് നന്നാക്കാൻ പോവാന്ന് നിങ്ങൾ ഓരോ രക്ഷിതാക്കളങ്ങ് തീരുമാനിച്ചാൽ ഇവിടെ ഇനി ഒരു പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ടാവില്ല. ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസ് ആയിട്ട് നിങ്ങളുടെ മക്കൾ മാറും. സ്റ്റുഡൻസ് ഏറ്റവും ബെസ്റ്റ് ആയി സ്റ്റുഡൻ്റ് ആയി മാത്രം പോരാ, ഏറ്റവും നല്ല മനുഷ്യരാക്കി നമ്മുടെ മക്കളെ വളർത്താൻ കൂടെ നമുക്ക് കഴിയണം. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ, ആര് കണ്ടാലും നന്നായി സംസാരിക്കുന്ന മുഖത്തോടുകൂടെ നല്ല ഒരു കുട്ടിയാക്കി നിങ്ങളുടെ മക്കളെ, നല്ലൊരു മനുഷ്യനാക്കി നിങ്ങളുടെ മക്കളെ, സമൂഹത്തിന് നിലയും വിലയിലുള്ള അന്തസ്സുള്ള അഭിമാനമാക്കി നിങ്ങളുടെ മക്കളെ മാറ്റാൻ നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രം മതി. അതിന് നിങ്ങൾ വിചാരിക്കും ഇല്ലേ? വിചാരിക്കൂലേ? വിതച്ചതേ കൊയ്യൂ അല്ലേ? നല്ലത് വിതച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും സമയം ഞാൻ സംസാരിച്ചതിൽ നിങ്ങൾക്ക് കുറച്ചെന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിനെവിടെ ഇട്ടിട്ട് പോവാതെ വീട്ടിൽ കൊണ്ടുപോവാ. എന്നിട്ട് ആലോചിച്ചിട്ട് നിങ്ങൾ കുട്ടിയിൽ ആ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നല്ലൊരു കുടുംബിനിയാണ് ഒരു വീടിന്റെ വിളക്ക് അല്ലേ? അങ്ങനെ വിളക്കുകളായിട്ടും
അപ്പുറത്തുള്ള കുറച്ച് കുടുംബനാഥന്മാര് മക്കളുടെ നല്ല അച്ഛന്മാരായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു തലമുറ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്